ഫേസ്ബുക്കിലൂടെ എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഫേസ്ബുക്കിലിടുകയും അങ്ങനെ ഞാൻ കാണാനിടയാകുകയും അപ്പോഴും ആരാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. ശേഷം ഞാൻ ഈ ഫേസ്ബുക്കിലിട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് മോൻസി എന്നാണ്. അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെട്ടു. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം അദ്ദേഹം നമ്പർ തന്നു വിളിച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് ഇദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് വന്നു. ഇദ്ദേഹത്തിൻ്റെ വീടാണിത്. ഷെഡ് ആസ്പെറ്റോസ് അല്ല, ഈ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയൊരു വീടാണ്, കൊച്ചു വീട്. പക്ഷേ അദ്ദേഹം വലിയൊരു കലാകാരനാണ്, ഒരു രക്ഷയില്ല. ഇതിനു മുമ്പ് ഞാനും അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം വളരെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ പ്രയാസം നിൽക്കുന്ന സമയമാണ്. പ്രോഗ്രാമുകളൊക്കെ വളരെ കുറവാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. നല്ലൊരു കീബോർഡിസ്റ്റ്. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ അല്ലേ. ഹലോ ശ്രീജിത്ത്. നമസ്കാരം. ഇതാണ് ശ്രീജിത്ത്. ഞാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കീബോർഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ട്. നല്ല മഴയുണ്ടല്ലേ? മഴയാണ്. മഴ കാരണം നമുക്ക് അതാ ഷെഡിലോട്ട് കുത്തിക്കോ. എന്തോ നന്നായിട്ട് ഷെഡിലോട്ട് കുത്തിക്കോ. ഓക്കെ. ഇവിടെ ഇപ്പൊ എത്ര നാളായി താമസം തുടങ്ങിയിട്ട്? ഇവിടെ ഇപ്പൊ ഞാൻ വന്നിട്ട് ഒരു 3 വർഷത്തോളം ആകും. 3 വർഷത്തോളം. ഓക്കെ. ഇത് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയാണേ. അതെ. നമ്മുടെ ഈ കീബോർഡ് വായന തുടങ്ങി എത്ര നാളായി? കീബോർഡ് വായന എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 13 വയസ്സ് മുതലാണ്. ഓ, അത് ശരി. 13 വയസ്സ് മുതൽ. ഓക്കെ. ആദ്യം ഗുരു ശാസ്താംകോട്ടം നടരാജൻ മാഷിന്റെ അടുത്ത് ദക്ഷിണ വെച്ചു. ഒരു 2 വർഷം അത് പഠിക്കാനുള്ള അവസരം കിട്ടിയുള്ളൂ. പിന്നീട് ബാക്കി പറഞ്ഞു തരാനോ അന്ന് സാമ്പത്തികം മുടക്കാനോ നിവൃത്തികേടായിരുന്നു. ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളും കുട്ടികൾ പഠിക്കുന്നതിനോടൊപ്പം സാമ്പത്തികമാണ് എന്നെ തളർത്തി കഴിഞ്ഞത്. പക്ഷെ എന്നാലും മേളിരിക്കുന്ന ഈശ്വരൻ ബ്ലെസ്സിങ്, ദൈവം അന്നേരം ഇതിനുള്ളൊരു കഴിവ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പഠനത്തോട് അത്ര വളരെ പുറകോട്ടായിരുന്നു. പക്ഷെ കീബോർഡ് എന്ന് പറഞ്ഞ വിഷയത്തെ വലിയ ഇഷ്ടമായിരുന്നു, സ്നേഹിക്കുകയും ചെയ്തു, അതുപോലെ ഇഷ്ടപ്പെട്ടു. നമുക്ക് പറഞ്ഞു തരാനോ ഒരു ഗുരുമുഖം പിന്നെ കിട്ടിയിട്ടില്ല. 2 വർഷം പോലും തികച്ചു പോകാനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു, അതിന് കഴിവും ഇല്ലായിരുന്നു ആ സമയത്ത്. ഒരു കീബോർഡ് കാണാൻ കൊതിച്ചിട്ടുണ്ട്, ആരും തൊടിയിച്ചിട്ടില്ലെന്ന്. ഒന്ന് കാണാനോ എടുക്കാനോ ആരും തൊടിയിച്ചിട്ടില്ല. എനിക്കറിയാം. കാരണം ഈ കഴിഞ്ഞ വർഷം യാദൃശ്യമായിട്ട് ഞങ്ങള് ഒരു വേദിയിൽ വരാനിടയായി അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെയാണ് ഇദ്ദേഹത്തെ എനിക്ക് പരിചയം. പക്ഷെ ഫേസ്ബുക്കിലൂടെ കണ്ടപ്പോൾ എനിക്ക് ആളെ മനസ്സിലായില്ലായിരുന്നില്ല. ആരായാലും അദ്ദേഹത്തെ ഒന്ന് പോയി കാണണം, അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ കാണണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്ക് ഫ്രണ്ടായിട്ടുള്ള മോൻസിയെ വിളിക്കുന്നതും. അങ്ങനെ മോൻസിയുടെ നമ്പർ തരികയും മോൻസിയോട് ഞാൻ സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇന്ന ആളാണല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ കഴിവതും ആൾക്കാര് സന്മനസ്സുള്ള ആൾക്കാരാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ളവർ. അവരാണ് നമ്മുടെ എന്താ പറയണ്ടേ, ഒരാളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രചോദനമൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ എത്രയും ആൾക്കാർ ഷെയർ ചെയ്യട്ടെ എന്ന് നമുക്കങ്ങനെ പ്രത്യാശിക്കാം അല്ലേ? അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പൊ മഴ ആയതുകൊണ്ട് ഷീറ്റിന്റെ മുകളിൽ വെള്ളം വീഴുന്നത് കൊണ്ട് സൗണ്ടിന്റെ കാലത്ത് ക്ലാരിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വയ്യ. എന്നാൽ പോലും നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പൊ എന്താന്ന് വായിക്കാൻ പറ്റുക? ഇങ്ങനെ ഹരിമുരളി രവത്തിന്റെ ഒരു ബീജം വായിക്കാം. മഴയാണ് എങ്കിൽ പോലും ഞാൻ ചെയ്യാം. ഹരിമുരളി രവത്തിന്റെ ബീജം. ഇനി അഥവാ ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഒന്നുകൂടെ ആ ബീജം വായിക്കുന്നത് എടുക്കാം. ആഹാ, അടിപൊളി. ഞാനതിനു മുമ്പും കേട്ടിട്ടുള്ളതായതുകൊണ്ടും പക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ അത്രത്തോളം കഴിവുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ അദ്ദേഹത്തിന്റെ ഇഷ്ടം അല്ലേ, ഫ്ലവേഴ്സ് ചാനലിൽ പോകണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമാണ്. ഓക്കെ. ഇതിപ്പോ ആരുമായിട്ട് ഏതെങ്കിലും ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആരും പരിചയമില്ല.
അങ്ങനെ ആരെയും പരിചയമില്ല. പരിചയമില്ല. ഓക്കെ. അല്ല, ഈ ആഗ്രഹം ഇങ്ങനെ കുറെ വർഷങ്ങളായിട്ടുണ്ട്. ആഗ്രഹമുണ്ട്, ഒരു വേദി കിട്ടിയാല് ഓക്കെ. ഉള്ള കലാകാരന്മാർ അറിയപ്പെടുന്ന പോലെ ഒരു അവസരം അതെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും സഹായം ഉണ്ടാവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും. ഇത് മുമ്പോട്ടും ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലവേഴ്സ് വരെ എത്തിപ്പെടാൻ പറ്റും തീർച്ചയായും. എന്നാണ് വിശ്വാസം. അതെ. പിന്നെ കുടുംബത്തിൽ വേറെ ആരൊക്കെ ഉണ്ട്? ഭാര്യ, ഞാനും, അച്ഛനും അമ്മയും ഉണ്ട്. ഒരു മറ്റൊരു അവരുടെ കുടുംബത്താണ് താമസിക്കുന്നത്. ഇൻസ്ട്രുമെന്റ്സില് കീബോർഡ് മാത്രമേ വായിക്കാറുള്ളൂ? കീബോർഡ്, തബല, അതുപോലെ തന്നെ ട്രിപ്പിൾ ബോങ്കോയ്, ആഹാ, ഫ്ലൂട്ട്, അത് ശരി. ഇൻസ്ട്രുമെന്റ്സുകളും എല്ലാം കൈകാര്യം ചെയ്യാൻ ദൈവം ഒരു കഴിവ് നമുക്ക്. അതെ അതെ അതെ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, അതാണ് അവസ്ഥ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അത് ഉണ്ടാവും എന്ന് വിശ്വസിക്കാം. നമുക്ക് ആ പ്രതീക്ഷയോടെ നമുക്ക് 1-2 ബീജം കൂടെ ഒന്ന് വായിച്ച് കേട്ടാൽ കൊള്ളാം. പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. തീർച്ചയായിട്ടും. സെറ്റ് ചെയ്യട്ടെ ഒരു സെക്കൻഡ്. പ്ലീസ്, അത് സാരമല്ല, ചെയ്തോളൂ ചെയ്തോളൂ. സെറ്റിംഗ് ചെയ്തത് സെറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ? ഓക്കെ. ഓക്കെ. അടുത്ത ഏതാണ്? മലർക്കൊടി പോലെ. മലർക്കൊടി പോലെ. വയലിനിൽ ഒരു റീസെറ്റ് വായിക്കുന്നു. ഓക്കെ. പാട്ട് സോളോ പോലെ വായിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഇതിനു മുമ്പ് ഏതെങ്കിലും ട്രൂപ്പിലോ അല്ലെങ്കിൽ കലാകാരന്മാരോട് പ്രവർത്തിച്ചിട്ടുണ്ടോ? സുമേഷ് അരൂരേട്ടൻ്റെ കൂടെ. സുമേഷ് അരൂർ, അത് ശരി. കീബോർഡ് 3-4 പ്രോഗ്രാം വായിക്കാനോ ഭാഗ്യവത്ത്. അത് ശരി. പിന്നെ നമ്മുടെ നമ്മുടെ കുമ്പഴ ഉള്ള വിനോദ് കുമ്പഴ ഫ്ലവേഴ്സിൽ വന്ന് അറിയാം അറിയാം. ചേട്ടൻ്റെ ഗാനങ്ങളൊക്കെ കൊച്ചു പരിപാടികൾക്കൊക്കെ. അതെ അതെ അതെ, പരിചയമുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ മരിച്ചുപോയ ഗംഗാധര മാസ്റ്റർ ജി ഉണ്ടായിരുന്നു. പിന്നെ മ്യൂസിക്കിന്റെ എല്ലാം എനിക്കൊരു ഹെൽപ്പ് തന്നിട്ടുണ്ട് ഭാര്യപുര സുരേഷ് ചേട്ടന്. കീബോർഡ് അറിയുന്ന അറിവുകളൊക്കെ എനിക്ക് പറഞ്ഞു തരുമൊക്കെ ചെയ്യുന്നത് ഗുരുസ്ഥാനത്ത് അവിടെയൊക്കെ ഞാൻ കാണുന്നത്. പിന്നെ തുടർന്ന് പക്ഷെ എന്ത് പറ്റി? പിന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി ചില അച്ഛനും അമ്മയ്ക്കും സുഖമില്ലാത്തൊരവസ്ഥ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ വീടിന്റെ പകുതി ഭാരം കൂടെ നമ്മൾ അങ്ങനെ ജോലി സംബന്ധമായിട്ട് ഇറങ്ങി, ഓരോ ജോലികൾ ചെയ്യാൻ ഇറങ്ങി. അന്നേരം പിന്നെ മ്യൂസിക് അത് വിട്ടു പോകുന്നില്ല, എന്നെ വിട്ട്. അങ്ങനെയാണ് എറണാകുളം ഇവിടുന്ന് വിട്ട് എറണാകുളത്ത് ഒരു ചെറിയ ജോബായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്തും കീബോർഡ് നമ്മുടെ അടുത്തൊന്നും മാറുന്നില്ല. എവിടെ പോയാലും അത് കാണുമ്പോൾ കൈ പ്ലേ ചെയ്യാൻ തോന്നും ഉള്ളൊരവസ്ഥ. പക്ഷെ എന്നാലും നമ്മുടെ ജീവിത പ്രാരാബ്ദത്തിൽ ഒരല്പം അകൽച്ചയും കൂടെ പാലിക്കേണ്ടി വന്നതിനകത്ത്. സാരമല്ല, ഇനി എന്തായാലും പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അത് എത്തേണ്ട കാര്യങ്ങളിൽ തന്നെ എത്തും. ഇദ്ദേഹത്തെ പോലുള്ള കലാകാരന്മാരാണ് സമൂഹത്തിന് ആവശ്യം, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാബൂളിവാലയുടെ ഒരു ഫേസ് കൂടെ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇതെല്ലാം പ്രേക്ഷകർ കാണാനും കേൾക്കാനും ഇരിക്കുന്നവരല്ലേ? തബല കണ്ടോ? ചെറിയ മിനിയേച്ചറുകൾ ചെയ്യുന്നു ഇങ്ങനെ വെള്ളത്തിന്റെ. ജോലി ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ, ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിൽ ഇതിപ്പം ചെറിയൊരു ദ്രവിച്ചു പോയൊരു തടിയാണ്. ഇത് ശ്രീജിത്ത് ചെയ്താണ്. ഞാൻ ഹാൻഡ് മെയ്ഡ് ചെയ്യുന്നതാണ്. എന്റെ ബാക്കി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പ്രേക്ഷകരെ ഇങ്ങനെയുള്ള മിനിയേച്ചറുകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ശ്രീജിത്തിന്റെ നമ്പർ ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. പൂർത്തീകരണമായില്ല,
പണിപ്പുരയിൽ ഇരിക്കുന്നതേ ഉള്ളൂ. ഇത് ഓക്കെ. ഏകദേശം ഒരു 2 ആഴ്ച എടുത്ത് കുത്തി നമ്മൾ ആകം എല്ലാം ചെയ്ത് വരാൻ. ചെറിയ പാഴ് തടികളിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓ അത് ശരി. അതിനുള്ള മെഷീനറികളില്ല, നിസ്സാരം ഇതിനുള്ള ഇതൊക്കെ ഉള്ളൂ. ചെറിയ ആക്സോളിന്റെ ഒടിഞ്ഞ പീസൊക്കെ ഒപ്പിച്ചില്ല, ഇതൊക്കെ ഉള്ളൂ. ഒരു കിറ്റ് മേടിക്കാൻ പോലും ഉള്ളൊരു അവസ്ഥയില്ല. ഇപ്പൊ ഉള്ളിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ അതിന് ഒരു 10,000-2,000 രൂപ വില വരുന്ന ഉള്ളികളാണ്. കൊത്തുപണിക്കുള്ള പ്രത്യേക ഉള്ളികളാണ്. പിന്നെ പണിയില്ലാത്ത സമയത്ത് ഇരുന്ന് ചോറാച്ച കുപ്പിച്ചില്ല പഴയ ഇതുകൊണ്ടൊക്കെ ഒരു മോഡലുകൾ നോക്കിയിട്ട് മനസ്സിൽ പകർത്തിയിട്ട് ഇത് വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് തീർച്ചയായിട്ടും ഞാൻ ശ്രീജിത്തിന്റെ നമ്പർ കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം, ഫസ്റ്റ് കമന്റിൽ. അപ്പോൾ അത് ആവശ്യമുള്ളവർ വിളിക്കട്ടെ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആരെങ്കിലും ഓർഡർ തന്നോണ്ട് ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും. ഇതിന്റെ ഒന്നത്. രണ്ടാമത്തെ ഇപ്പോ തബലയാണിത്. ഇത് ഏതെന്താണ് ഇതിന്റെ പേരോടൊന്നും പറഞ്ഞോളൂ. ഇത് ഡോലക്കാണ്. പിന്നെ ജിപ്സി അല്ലേ? ജിപ്സി അല്ലേ? ജിപ്സി, ഗഞ്ചറ അതൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ മുകളിലിരിക്കുന്നത് ഇതാണ് അന്ന് അവിടെ കൊണ്ടുവന്നത് അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാ ഏതാണ്ട് കുറെ അധികം വാദ്യോപകരണങ്ങളിലൂടെ ഉണ്ട്. പക്ഷെ അത് എല്ലാം തോലൊക്കെ പോയിരിക്കുന്നത് ചെയ്തെടുക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൊണ്ട് അതിങ്ങനെ ഇരിക്കുന്നു. തബല ഇരിപ്പുണ്ട്, പക്ഷെ തബലയും കുറ്റി അതൊക്കെ ഇരിപ്പുണ്ട് ഇവിടുത്തെ. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതെ ഇവിടെ ഇരിപ്പുണ്ട്. എന്തായാലും ഇതിനൊക്കെ ഒരു അറുതി വരും, തീർച്ചയായിട്ടും വരും. അത് നമ്മൾ എപ്പോഴും പ്രതീക്ഷ വെക്കുക, പ്രാർത്ഥിക്കുക. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൂടെ ഉണ്ടാവും. അപ്പൊ ഏതായിരുന്നു ഒരു ബിറ്റോട് പറഞ്ഞത്? ശരി, കാബൂളി മനയിൽ ഒരു പീസ് ട്രംപറ്റ് ആ സീനിൽ അതേ വായിക്കുന്ന. ഓക്കെ, തീർച്ചയായിട്ടും. സെറ്റായല്ലേ? ഓക്കെ, ഏതാ കാബൂളി വാല അല്ലേ? ശരി. പ്രിയമുള്ളവരെ, ശ്രീജിത്ത് എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു ഗായകൻ കൂടിയാണ്. അത്യാവശ്യം പാട്ട് പാടുന്ന ഒരാൾ കൂടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതേ സമയത്ത് ഇതുപോലെ കാണുന്ന സമയത്ത് എന്നോട് ചോദിച്ചിരുന്നു, ചേട്ടാ ഈ ഒരു പാട്ട് പാടുമോ എന്ന് ചോദിച്ചിരുന്നു. അന്ന് എനിക്ക് ആ പാട്ട് അറിയില്ലായിരുന്നു. ഇന്ന് ഞാനൊക്കെ ഏതാണ്ട് ഒരു ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഒരു പാട്ട് പാടാനുള്ള ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചപ്പം അദ്ദേഹം ആ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് രണ്ടുപേരേ പാടുള്ളൂ കേട്ടോ, ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതായതുകൊണ്ട്. ഭൂതാതിനായകം തുംഗജടാധരം പൂരിമോദം ഭവത്ശ്രീപദം വന്ദിതം ഭൂഷിതം പന്നഗജാലം കലാധരം പൂർണ്ണരൂപം ശിവം മംഗളദായകം. ഇന്ദുകലാധര സുന്ദരവദനം ഇന്നൻ മനസ്സിൽ തെളിയും നേരം. ഇന്ദുകലാധര സുന്ദരവദനം ഇന്നൻ മനസ്സിൽ
തെളിയും നേരം ഇന്നീ ഭവകര നയന സദേശം കണ്ടു മടങ്ങുകയാണ് ജന്മം ഇന്ദു കലാദര സുന്ദരവദനം ഇന്നൻ മനസ്സിൽ തെളിയും നേരം. താങ്ക് യു, ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും ഇത് പ്രേക്ഷകർ രണ്ടു കൈ നീട്ടി സ്വീകരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തന്നെയല്ല, താങ്കൾ ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ട ഒരാളല്ല. സത്യത്തില് അത്രത്തോളം കഴിവുകളാണ്. പറഞ്ഞില്ല, തബല വായിക്കും, കീബോർഡ് വായിക്കും, അതുപോലെ ഡോലക്കുണ്ട്, പിന്നെന്താ പറയണ്ടേ, മൃദംഗം അല്ലേ, അങ്ങനെ ഓരോരോ ഇൻസ്ട്രുമെന്റ്സും വായിക്കാൻ കഴിവുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു റൂമിനുള്ളിൽ അടച്ചിടുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും പ്രേക്ഷകർ അത്, പ്രിയപ്പെട്ട പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മുടെ കേരളീയർ, സമൂഹത്തിലുള്ളവർ ഇദ്ദേഹത്തെ മുൻപന്തിയിൽ എത്തിക്കാൻ ഇത് ഓരോ സപ്പോർട്ടും ഷെയറും ഒക്കെ ഉണ്ടാവണമെന്ന് വിനിതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിൽ തന്നെ വളരെ സന്തോഷം. സത്യത്തിൽ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരാൻ പറ്റിയതും പിന്നെ വീണ്ടും അങ്ങനൊരു പരിചയം പുതുക്കാൻ പറ്റിയതും അതിങ്ങനെ ഒരു നിമിത്തമായത് വളരെ അതിയായി ഞാൻ സന്തോഷിക്കുന്നു. എന്താണ് പ്രേക്ഷകരോട് പറയാറുള്ളത്? നമ്മൾ ഓരോരുത്തരെ കൊണ്ട് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ അറിയപ്പെടാത്തൊരു ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള എങ്ങനെ മുമ്പോട്ടൊരു ചാനലിൽ വരണമെന്നോ എങ്ങനെ ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്നുള്ളൊരു വഴിത്തിരിവ് എനിക്കറിയില്ല. എങ്കിൽ പോലും നിങ്ങൾ ഓരോരുത്തരുടെയും ഹെൽപ്പാണ്, പ്രാർത്ഥനയുമാണ് നിങ്ങളെപ്പോലുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഞങ്ങളെ കഴിവിൻ്റെ പോലെ ഞങ്ങളെ സഹായിക്കുക, ഞങ്ങളുടെ കൂടെ നിൽക്കുക. കലാലോ കുറച്ചൊക്കെ ഞങ്ങൾക്ക് ചൂട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ഉണ്ടെങ്കിൽ പോലും നമുക്കിപ്പോൾ ഇപ്പം ചേട്ടൻ തന്നെ ഇവിടെ വന്നു, എന്നെ ഈ വീഡിയോ എടുത്തു. പക്ഷെ അങ്ങനെ സഹായിക്കാൻ പോലും എന്നെ ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ല. അതാണ് എനിക്ക് പറ്റുന്നത്. പുറകെ ആരുമില്ല നമ്മളെ സഹായിക്കാനോ അങ്ങനെയുള്ളൊരവസ്ഥയാണ്. പ്രാർത്ഥനയും എനിക്ക് കൂടെ ഉണ്ടായിരിക്കും. അതെ, അതുകൊണ്ട് എപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വർഷത്തിന് ശേഷം നമ്മൾ തമ്മിൽ എനിക്ക് അങ്ങനെ ചിന്ത പിന്നെ വന്നില്ല. കാരണം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വരുന്നതേ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യം മറന്നുപോയി. പക്ഷേ ഈ ഫേസ്ബുക്കിൽ ഈ യാദൃശ്യമായിട്ട് കണ്ടപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. പക്ഷെ അപ്പോഴും ഇന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും കാണാനിടയായി, വളരെ സന്തോഷം. എന്തായാലും പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. അവര് അദ്ദേഹത്തെ നല്ലൊരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും അവരുടെ സപ്പോർട്ടോട് കൂടി എന്നാണ് വിശ്വാസം. തീർച്ചയായിട്ടും കേട്ടോ. അപ്പൊ പിന്നെ എല്ലാ ആശംസകളും നേരുന്നു. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിനു മുമ്പ് ഇവിടെയാണ് ഇവിടുത്തെ സാഹചര്യം. നല്ലൊരു വയലേറിയയാണ്. മുകളിലൊരു വീടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പ്രേക്ഷകരോട് വിനിതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ കഴിവതും ഷെയർ ചെയ്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.